ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാലിനി വിഷ്ണുവിനോട് പറയുവാണ്, എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടല്ലയോ വിഷ്ണുവേട്ടൻ ആ സമയത്തപ്പോൾ അവിടെ വരാൻ തോന്നിയത്. ആ ദൈവം നമ്മളോടൊപ്പം ഉള്ളപ്പോൾ എൻ്റെ വിഷ്ണുവേട്ട നമുക്ക് എന്തു വരാനാ? ഒന്നും വരില്ല. കാരണം എന്താണോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്യണമെങ്കിലേ ഞാൻ എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഒപ്പം വേണം. അത് സർവേശ്വരനറിയാം. അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകാഞ്ഞത്. ശാലിനി ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു ശാലിനിയുടെ ആ കണ്ണുകളിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. വിഷ്ണുവിനാണെങ്കിൽ ശാലിനിയുടെ ആ കിടപ്പുമൊക്കെ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. വിഷ്ണു അങ്ങനെ സ്നേഹത്തോടെ ശാലിനിയെ തടയുകയും അവളുടെ നെറുകയിൽ മുത്തം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഐസിയുവിനകത്തോട്ട് കയറിപ്പോയ വിഷ്ണുവിനെയോട്ട് കാണുന്നുമില്ല. വിഷ്ണു കണ്ടിട്ട് വന്ന് ശാലിനിയുടെ അവസ്ഥയെല്ലാം പറയുമല്ലോ എന്നോർത്ത് അവരെല്ലാവരും ഇങ്ങനെ വാതൊക്കെ കാത്തു നിൽക്കുവാണ്. സത്യമോളാണെ ശ്യാമയോട് ചോദിക്കുന്നത്, അമ്മയെ നമുക്ക് എപ്പോഴാ ശ്യാമ ആൻറ്റി കാണാൻ പറ്റുന്നത്? മോളെ, അത് അച്ഛൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരട്ടെ, അച്ഛനോട് നമുക്ക് ചോദിക്കാം. വിഷ്ണു ഐസിയുവിൽ നിന്ന് വരുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് സത്യാമ്മ ഓടിച്ചെന്നിട്ട് ചോദിക്കുന്നു, മോനെ ശാലിനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലമ്മേ, കുറച്ച് വേദനയൊക്കെ ഉണ്ട്. അത് പിന്നെ ഉണ്ടാകുമല്ലോ. പിന്നെ നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കണമെന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയിക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ. സത്യമോള് പറയുക, അച്ഛാ എനിക്ക് എൻ്റെ അമ്മയെ കാണണം. ഇപ്പം വേണ്ട മോളെ, അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ശാരദാമ്മയെ സത്യയും പപ്പിയും ഹോസ്പിറ്റലിൽ നിർത്താതെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ശാലിനി പ്രത്യേകം പറഞ്ഞു. സത്യ വലിയ വാശിയിലാണ്. ഇല്ല, ഞാൻ പോകില്ല. എൻ്റെ അമ്മയെ കാണാതെ ഞാൻ ഒരിടത്തേക്കും പോവില്ല. എനിക്ക് എൻ്റെ അമ്മയോട് സംസാരിക്കണം. വിഷ്ണു സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ, അമ്മയെ നമുക്ക് കാണാം. ഇന്നീ രാത്രി അവിടേക്ക് ഇനി ആരെയും കടത്തി വിടില്ല. മോളിപ്പോൾ പപ്പിയും ശ്യാമയാൻ്റിയോടൊക്കെ കൂടെ അങ്ങ് വീട്ടിലോട്ട് പോകും. നാളെ രാവിലെ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് അമ്മയെ കാണാം. സത്യം ഒരു തരത്തിലും വാശിയിൽ നിന്ന് മാറുന്നില്ല. പറ്റില്ല, എനിക്കിപ്പം തന്നെ എൻ്റെ അമ്മയെ കാണണം. സത്യമോളെ, ഇങ്ങനെ വാശി പിടിക്കല്ലേ. അച്ഛൻ പറയുന്ന എൻ്റെ പൊന്നുമോളെന്ന് കേക്ക്. വേണ്ട വേണ്ടാന്ന് പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ അമ്മയെ കാണണം. ശ്യാമ പറയുക, വിഷ്ണുവേട്ട, ഞാൻ സത്യമോളെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. അതോർത്ത് വിഷ്ണുവേട്ടൻ ടെൻഷൻ അടിക്കണ്ട. ശാരദാമ്മ ചോദിക്കുന്നു, മോനെ, ഇവിടെ എത്ര ദിവസം കിടക്കണമെന്ന് മറ്റും അറിയാവോ? അതൊന്നും അറിയില്ലമ്മേ. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ ഒരു വലിയ സമാധാനമല്ലേ ശാരദാമ്മേ. മോനെ, നാളെ വീട്ടിൽ നിന്ന് വരുമ്പോഴേ പ്രത്യേകിച്ച് എന്തെങ്കിലും കൊണ്ടുവരണോ? രാവിലെ ഞാൻ കുറച്ച് കഞ്ഞിയും കൂടെ കൊണ്ടുവരാം. പൊടിയരിക്കഞ്ഞിയും ചമ്മന്തിയാവുമ്പോൾ വായിക്ക് രുചിയായിട്ട് ഇച്ചിരി കഴിക്കുമല്ലോ. ശ്യാമ പറയുക, അമ്മേ, എന്നാലും ഒരു 2-3 ദിവസമൊക്കെ കൂടെ കിടക്കേണ്ടി വരില്ലേ? അതൊന്നും പറയാൻ പറ്റില്ല ശ്യാമേ. എന്തായാലും നിങ്ങളിപ്പോൾ ഇറങ്ങിക്കോ. ശ്യാമ പപ്പിയോട് പറയുക, പപ്പി സത്യയെ വിളിക്ക്. കാരണം പപ്പി വിളിച്ചാൽ സത്യ വരുമെന്ന് ശ്യാമയ്ക്ക് അറിയാം. പപ്പി മോള് സത്യയെ വിളിക്കുന്നുണ്ട്. വാ സത്യയെ, നമുക്ക് നാളെ വന്ന് ചേച്ചിയമ്മയെ കാണാം. സത്യ പപ്പിയോടും അങ്ങ് ചൂടാകുവാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരിടത്തേക്കും വരില്ലെന്ന്. ഞാൻ എൻ്റെ അമ്മയെ കാണാതെ ഇവിടുന്ന് എങ്ങോട്ടും വരില്ല. ശ്യാമയും പറയുന്നുണ്ട്, എൻ്റെ മോളെ നിർബന്ധം പിടിക്കാതെ അവരിപ്പോൾ ആരെയും അമ്മയെ കാണാൻ അനുവദിക്കത്തില്ല. എൻ്റെ മോളെ വെറുതെ വാശി കാണിക്കല്ലേ, ഇതിനുള്ളിലോട്ട് ആരെയും കടത്തി വിടില്ല എന്ന് ശാരദാമ്മയും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അമ്മയെ റൂമിലോട്ട് മാറ്റുമ്പോൾ മോക്ക് അമ്മയെ കാണാം. ഞാൻ വരില്ലെന്നല്ലേ നിങ്ങളോടൊക്കെ പറഞ്ഞത്? നിങ്ങൾ പൊയ്ക്കോ, ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടേ വരത്തുള്ളൂ. വിഷ്ണു വീണ്ടും സത്യയെ സമാധാനിപ്പിക്കാൻ നോക്കുവാണ്. മോളെ, അച്ഛൻ പറയുന്നത് കേക്ക്. ഇവിടെ അങ്ങനെ ആരും നിൽക്കാൻ പാടില്ല, അതുകൊണ്ടല്ലേ അച്ഛൻ പറയുന്നത്. അതെന്താ എൻ്റെ മോള് മനസ്സിലാക്കാത്തത്? ഞാൻ പോകില്ലെന്നല്ലേ പറഞ്ഞത്? എല്ലാവരും സത്യമോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും സത്യമോളെ ഒരു തരത്തിൽ അടങ്ങില്ല. വിഷ്ണുവിൻ്റെ കൺട്രോൾ തെറ്റി. എന്താ സത്യം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാത്തത്? ഡോക്ടർ പറഞ്ഞാലേ അതിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. നിനക്ക് എന്താ ഇത്ര വാശി? അച്ഛാ, എനിക്കെൻ്റെ അമ്മയെ കാണണം. വിഷ്ണു ആകെ വിഷമിച്ചു പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വിഷ്ണു ഇങ്ങനെ ദേഷിക്കുന്ന കുഞ്ഞുങ്ങളോട്. വിഷ്ണു അങ്ങനെ ദേഷിച്ചത് കണ്ട് ശാരദാമ്മയ്ക്ക് സങ്കടമായി. മോനെ, ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം, വാ മോളെ എന്നും പറഞ്ഞ് സത്യയെ വിളിക്കുന്നുണ്ട്. ശാരദാമ്മ, എനിക്കെൻ്റെ അമ്മയെ കാണണം. നല്ല കുട്ടിയല്ലേ, ശാരദാമ്മ മോളോടൊരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞ് സത്യ സമാധാനിപ്പിച്ച് അവരെല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. വിഷ്ണു ആകെ സങ്കടത്തിലായിപ്പോയി. സത്യമോളോട് അത്രയും ദേഷിച്ച് പറയേണ്ടി വന്നല്ലോ. ശാരദാമ്മ സമാധാനിപ്പിച്ച് സത്യയെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും സത്യ വഴിനീളെ വാശി പിടിക്കുവാണ്. എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറഞ്ഞില്ലേ? എന്താ സത്യ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? എൻ്റെ സത്യമോളെ, നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. അമ്മയ്ക്ക് വയ്യാതെ കിടക്കുമല്ലേ, അതിനകത്തോട്ട് ആരെയും കടത്തി വിടത്തില്ല അവര്. എനിക്ക് അമ്മയുമില്ല, അച്ഛനുമില്ല, എനിക്ക് ആരുമില്ല. എന്നെ ആർക്കോട്ട് ഇഷ്ടവുമല്ല. ഞാൻ നാളെ അമ്മയെ കാണാൻ വരുന്നതുമില്ല. പക്ഷെ ഞങ്ങൾ നാളെ വരുന്നുണ്ടല്ലോ. പപ്പി പറയുക, ചേച്ചിയമ്മയെ കാണാൻ ഞങ്ങൾ എന്തുവായാലും നാളെ വരുന്നുണ്ട്. ഞാൻ വരില്ല. ശാരദാമ്മ പറയുക, വരുന്നില്ലെങ്കിൽ നീ വരണ്ട. പക്ഷെ എനിക്ക് എൻ്റെ മോളെ കാണാതിരിക്കാനാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോകും.
ശ്യാമ ചോദിക്കുന്നു, അപ്പോഴെങ്ങനെ അമ്മേ, നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ വീട്ടിലോട്ട് പോയാലോ? അത് വേണ്ട മോളെ, പപ്പിയേയും കൂട്ടി മോള് സത്യാമ്മയുടെ അടുത്തേക്ക് തന്നെ പോകണം. വിഷ്ണുവും അവിടെ ഇല്ല. ഈ സമയത്ത് നീയും കൂടെ അവിടെ നിന്ന് മാറി നിന്നാൽ സത്യാമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാനും പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും അവര്. അപ്പൊ നമ്മളായിട്ട് പിന്നെ ഒരു വഴി തെളിയിച്ചു കൊടുക്കണോ? എന്നാൽ ഞാൻ അങ്ങോട്ട് തന്നെ പോകാമേ. പക്ഷെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ സത്യാമ്മ പറയും. വിഷ്ണുവേട്ടൻ കൂടെ ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ പേരിൽ ആ ദേഷ്യമെല്ലാം എന്നോട് തീർക്കുകയും ചെയ്യും. എൻ്റെ മോളെ, അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചങ്ങ് നിന്നാ മതി. ഇത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ആയാലും എൻ്റെ മോളെ, നിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോയ വീടാ അത് കഴിഞ്ഞ് നീ നിന്റെ സ്വന്തം വീടിനെ കുറിച്ച് ചിന്തിക്കുക പോലും ആകാവൂ. മോളെ, മോടകയിൽ ഓട്ടോയ്ക്ക് കാശുണ്ടോ? കാശൊക്കെ ഉണ്ടമ്മേ. എന്നാൽ നിങ്ങൾ പൊയ്ക്കോ. അങ്ങനെ ശാരദാമ്മ സത്യമോളെയും കൊണ്ട് വീട്ടിലോട്ടും പോകുന്നു. ശ്യാമ പപ്പിയെയും കൊണ്ട് സത്യാമ്മയുടെ വീട്ടിലോട്ടും പോവുകയാണ്. വിഷ്ണു സത്യമോളെ വഴക്ക് പറഞ്ഞു ഓർത്ത് വിഷ്ണുവിന് സഹിക്കുന്നില്ല. വിഷ്ണു ഭയങ്കര സങ്കടത്തോടെ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അത് കണ്ടുകൊണ്ട് കമലൻ ചോദിക്കുക, ആശാൻ എന്താ പറ്റിയത്? ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടല്ലോ. ചേട്ടത്തിയമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞല്ലോ. ആശാൻ പോയി ചേട്ടത്തിയമ്മയെ കാണുകയും ചെയ്തു. പിന്നെന്താ പ്രശ്നം? എടാ കമല, അപ്പോഴത്തെ എൻ്റെ എന്തോ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് ദേഷ്യം വന്നപ്പോൾ അവളെ അങ്ങ് വഴക്ക് പറഞ്ഞു പോയതാ. എടാ, എനിക്ക് കാത്തിരുന്ന് കിട്ടിയതാ അവളെ. പാവം, എൻ്റെ മോക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടാവും. കുറച്ച് കഴിയട്ടെ, എന്നിട്ട് ഞാൻ അവളെ വിളിച്ച് സമാധാനിപ്പിച്ചോളാം. എടാ, ഞാനൊന്ന് വിളിച്ചാത്തിയിരുന്ന പിണക്കവേ അവക്കുണ്ടാവൂ. അതൊന്നും അല്ല ആശാനെ, ഈ എല്ലാ പ്രശ്നവും കൂടെ നമ്മുടെ തലയിലോട്ട് വന്ന് കയറുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അത് ശരി തന്നെയാ, പക്ഷെ നമ്മളിതെല്ലാം നേരിട്ടല്ലേ പറ്റത്തുള്ളൂ. എടാ, എനിക്കൊന്നും അറിയില്ലടാ. നീ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ തലമണ്ടയിലോട്ട് ഒന്നിച്ച് വന്നതുകൊണ്ടായിരിക്കും. എനിക്ക് ഭ്രാന്ത് പിടിക്കുവാടാ എൻ്റെ തലയ്ക്ക്. എൻ്റെ മനസ്സാണെങ്കിൽ ഞാൻ പിടിക്കുന്നിടത്ത് കിട്ടുന്നതുമില്ല, കാര്യങ്ങളൊന്നും ഒട്ട് നടക്കുന്നതുമില്ല. അതിനിടയിൽ അവളുടെ നിർബന്ധം കൂടെ ആയപ്പോൾ എൻ്റെ പിടിവിട്ടു പോയടാ. ആശാൻ ഒന്നും മനസ്സിലാക്കണം. ഇവിടെ ഏട്ടത്തിയമ്മയായാലും അവരുടെ വീട്ടുകാരായാലും എല്ലാം ആശാനെ ഒരാളെ ആശ്രയിച്ചാണ് അവരെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഒരു ആശ്രയമായി കാണുന്നത് തന്നെ ആശാനെ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ആശാൻ ഇങ്ങനെ നിയന്ത്രണം വിട്ടാൽ അവരെല്ലാം നിലയില്ലാ കയത്തിൽ വീഴുന്ന പോലെ ആയിപ്പോവും. എടാ, എനിക്കെല്ലാം അറിയാം. നീ എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവിടെ അച്ഛനും അമ്മയും ഏത് നിമിഷവും ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരവസ്ഥയിൽ നിൽക്കുക. എടാ, ഇതുവരെ അവർക്ക് താമസിക്കാൻ ഞാനൊരു വീട് പോലും എടുത്തിട്ടില്ല. ആ ജപ്തിയുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടുന്ന് ഒന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ശാലിയുടെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേണോ ഓടി നടന്ന് നോക്കാൻ? കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല എടുക്കാൻ. ഞാനൊരു വല്ലാത്ത അവസ്ഥയെ കൂടാടാ ഞാനിവിടെ കടന്നു പോകുന്നത്. അതിനിടയ്ക്കാണെങ്കിൽ അമ്മ ഇപ്പോൾ 2-3 വട്ടം എന്നെ വിളിച്ച്. ഞാൻ ഫോൺ എടുത്തില്ല. എന്തിനാ ഇപ്പം എന്നെ വിളിക്കുന്നതെന്ന് നിനക്കറിയോ? എന്തെങ്കിലും പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിക്കാനാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. എന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വലിക്കണം. ശാലിയുടെ സഹായത്തിനായി ഞാനിവിടെ നിൽക്കരുതല്ലോ, അത് തന്നെ കാരണം. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ചാടാ കമല ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാടാ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴേ ഞാനങ്ങ് ദേഷ്യപ്പെടുന്നത്. എല്ലാവരോടും ക്ഷമിക്കുക എന്ന് പറയാനല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് യാതൊരു വഴിയുമില്ല. തൻ്റെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം കമലനോട് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ആശാനോട് കമലൻ പറയുക, ആശാൻ്റെ വിഷമങ്ങളൊക്കെ എനിക്കറിയാം. ഈ സമയത്ത് എൻ്റെ ആശാനെ സാമ്പത്തികമായി സഹായിക്കണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ എൻ്റെ കാര്യം ആശാൻ അറിയാമല്ലോ. സമ്പാദ്യം എന്ന് തെറ്റായിട്ട് എഴുതാൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതെങ്ങനെ സ്വരുക്കൂട്ടി വെക്കണമെന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതിനുള്ള കഴിവും എനിക്കില്ല. എനിക്ക് ആ കഴിവുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ആശാൻ ഇങ്ങനെ കാശിന് വേണ്ടി ഓടേണ്ട ആവശ്യം വരില്ലായിരുന്നു. എടാ കമല, ആത്മാർത്ഥമായി ഒരു നിഴല് പോലെ നീ എൻ്റെ കൂടെ നിൽക്കുന്നില്ലേ? അത് തന്നെ പോരേടാ എനിക്ക് വലിയ കാര്യമായിട്ട്. എടാ, പണമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ഈ നഷ്ടങ്ങളെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. അതാരെയും ബോധ്യപ്പെടുത്താനൊന്നും അല്ല, നമ്മളെ കൊണ്ടത് കഴിയുമെന്ന് നമുക്ക് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്താൻ. ആശാൻ സത്യമോളെ ഒന്ന് വിളിക്കണം. കുറേ നാൾ അച്ഛനെ പിരിഞ്ഞിരുന്ന മോളാ. അച്ഛനിൽ നിന്ന് എന്ത് സ്വീകരിച്ചാലും അത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന പ്രായമാണ്. അങ്ങനെ മോടെ ആ ചെറിയ സങ്കടമാണെങ്കിൽ അത് ആശാന്റെ ഫോൺ വിളിയിൽ കൂടെ അങ്ങ് പോകട്ടെ ആശാനെ. രാഘവേട്ടൻ ഉമ്മറത്ത് വന്നിരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടുവാണ്. നിങ്ങളുടെ ആ ഇത്തിരി വട്ടത്തിൽ കിടക്കുന്ന ഹോട്ടലിന്റെ ആധാരം കൊണ്ടുവന്നിട്ടേ ഇവിടെ എന്ത് ചെയ്യാനാ? ഞങ്ങളുടെ സ്ഥിതിയൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു പരിഹസിക്കാൻ വന്നതാണില്ലേ എന്നൊക്കെ സത്യഭാമ ശാരദാമ്മയെ പറഞ്ഞ് ആക്ഷേപിച്ച് വിട്ടിരുന്നു. ഇതൊക്കെ ഇങ്ങനെ രാഘവേട്ടൻ ആ ഉമ്മറത്തിരുന്നുകൊണ്ട് ആലോചിക്കുവാണ്. ആ സമയത്ത് അവിടേക്കൊരു കാറ് വരുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങി വന്നയാൾ രാഘവേട്ടനോട് ചോദിക്കുന്നത് സത്യാമ്മ. ഉടനെ തന്നെ രാഘവേട്ടൻ സത്യാമ്മയെ വിളിക്കുന്നുണ്ട്. സത്യഭാമയെ കാണാൻ വന്ന ആളെ കണ്ട് സത്യഭാമ ഒന്ന് പതറുന്നുണ്ട്. കാരണം രാഘവേട്ടൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ സത്യഭാമ, അല്ല കിഷോറോ, വാ അകത്തോട്ട് വാ,
എന്ന് പറയുമ്പോൾ, ഇല്ല ഇരിക്കുന്നില്ല സത്യാമ്മേ, 1-2 സ്ഥലത്തൂടെ എനിക്ക് ഇതുപോലെ പോകാനുണ്ട്. ഇയാൾ എന്തിനാ വന്നത്, ഇയാൾ എന്തുവാണ് സത്യഭാമയോട് പറയുന്നത്? ഇതൊന്നും മനസ്സിലാകാതെ രാഘവേട്ടൻ ഇങ്ങനെ അവരെ തന്നെ നോക്കിയിരിക്കുവാണ്. കിഷോർ പറയുന്നത്, ഞാൻ പണ്ടത്തെ പോലെ ഫണ്ടൊന്നും ഇപ്പോൾ ആർക്കും കൊടുക്കാറില്ല, അടുത്തറിയാവുന്ന വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. തീർത്തും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണല്ലോ സത്യാമ്മ, അതുകൊണ്ട് മാത്രമാ ഞാൻ പൈസ തരുന്നത് എന്നും പറഞ്ഞ് കുറച്ച് പൈസ സത്യാമ്മയുടെ കൈ കൊടുക്കുന്നുണ്ട്. സത്യാമ്മ ചോദിച്ച അത്രയും തന്നെ ഇതിലുണ്ട്. വളരെ നന്ദിയുണ്ട് കിഷോറെ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ സത്യാമ്മയ്ക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ, കൃത്യമായി പലിശ കിട്ടണം. തന്ന എമൗണ്ടിനെ കുറിച്ചൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അതാണ് നമ്മുടെ ഡീലിങ്സ്. തൻ്റെ ഇടത്തോടെ അഹങ്കാരത്തോടെ നിന്ന് മറുപടി പറഞ്ഞിട്ടുള്ള സത്യാമ്മ ഇപ്പൊ പറയുന്നു, കൈയറിയാതെ ഒരുപാട് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ, അറിഞ്ഞുകൊണ്ടിപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. സത്യഭാമ അങ്ങനെ കിഷോറിന്റെ മുന്നിൽ തലകുനിഞ്ഞ് സംസാരിക്കുന്നത് രാഘവേട്ടൻ കാണുകയാണ്. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് സത്യഭാമയോട് പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് കിഷോർ അങ്ങ് പോകുന്നുണ്ട്. രാഘവേട്ടൻ സത്യഭാമയോട് ചോദിക്കുക, ഫാമേ, ഒരാവശ്യം വന്നാൽ ഫാമയ്ക്ക് കൈനീട്ടി ആൾക്കാരോട് പൈസ മേടിക്കാൻ അറിയാം. അത് രാഘവേട്ട, നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് പൈസ ഞാൻ പലിശയ്ക്ക് എടുത്തതാ. ഇനിയിപ്പോൾ ഒരുപാട് ആവശ്യം വരുമല്ലേ, എടുത്താൽ മാത്രം പോരല്ലോ ഫാമേ, അത് തിരിച്ചു കൊടുക്കാനുള്ള വഴിയും കൂടെ കാണണ്ടേ. അതിനുള്ള വഴികളൊക്കെ സർവേശ്വരൻ കാട്ടിത്തരാതിരിക്കില്ല. മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാ രാഘവേട്ട ഞാൻ നിശ്ചയിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് വീടെടുക്കണ്ടേ, കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, അതിനെല്ലാം വേണ്ടത് പണമാ. ഇതിപ്പോ തികയുമോ എന്നാണ് സംശയം. അതിന് ഫാമ വീട് എവിടെങ്കിലും നോക്കിയായിരുന്നോ? ഞാൻ ഒരു വീട് കണ്ടിട്ടുണ്ട്, ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ള ഒരു വീട്. അവിടെ രാഘവേട്ടനും ഞാനും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ കഴിയാം. ഒരാളും നമ്മളെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ വരില്ല, ഒരാളെയും നമ്മൾ ഭയക്കുകയും വേണ്ട. ഇനിയുള്ള കാലം സ്വസ്ഥതയും സമാധാനമായിട്ട് ആരുടെയും ശല്യമില്ലാതെ നമുക്കവിടെ കഴിയാം. സത്യഭാമ ഉദ്ദേശിച്ചത് അനാഥാലയമായിരിക്കും, അല്ലെങ്കിലും സത്യഭാമ കാണിച്ചു കൂട്ടിയ അഹങ്കാരത്തിൻ്റെയും പാവത്തിൻ്റെയും ഫലം അതുതന്നെയായിരിക്കും ദൈവം സത്യാമ്മയ്ക്ക് വേണ്ടി കരുതി വെച്ചത്. അപ്പോഴങ്ങോട്ട് ശ്യാമയും പപ്പിമോളും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ വരികയാണ്. പപ്പിമോൾ ഓടി വന്ന് രാഘവേട്ടനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങോട്ട് കയറി വരുന്ന ശ്യാമയെ കണ്ടോണ്ട് സത്യഭാമ പറയുക, അവിടെ നിക്കി, നീ ഇത് എങ്ങോട്ട് കയറി പോവുക? അത് സത്യാമ്മേ, നീ ഇവിടുന്ന് എല്ലാം ഉപേക്ഷിച്ച് പോയതല്ലേ, പിന്നെന്തിനാ നീ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? ഫാമേ, വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനമൊന്നും പറയാതെ, ഇത് അവളുടെയും കൂടെ വീടല്ലേ എന്ന് വെച്ച് ഇത് തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും തോന്നുമ്പോൾ കയറി വരാനും ഇത് സത്രമൊന്നുമല്ല. ഇറങ്ങിപ്പോയവരൊക്കെ ഇറങ്ങിപ്പോയത് തന്നെ, അതിനി ഒരു മാറ്റവും വരുത്തണ്ട. ഇതെല്ലാം കണ്ട് സങ്കടപ്പെട്ടിട്ട് പപ്പിമോള് പറയുക, അച്ചച്ച, സത്യാമ്മയോട് ഞങ്ങളെ വഴക്ക് പറയല്ലേ എന്ന് പറ. ആമേ, നീ ഈ കുഞ്ഞു പറയുന്ന കൂടെ കേൾക്കുന്നില്ലേ? നീ ചുമ്മാതെ ഇങ്ങനെയൊന്നും കടുപ്പിടുത്തം പിടിക്കല്ലേ. രാഘവേട്ട, ഇത് കടുംപിടുത്തമൊന്നുമല്ല, ഇത് തന്ത്രപൂർവ്വം ഇവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്ന ശാരദാമ്മയാണ്. അവസാനമായിട്ട് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടാൻ ഒരവകാശമായിട്ട് വന്നിരിക്കുക. എരന്ന് തിന്നുന്നവരെ തുരന്ന് തിന്നുന്ന കൂട്ടരല്ലേ, ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. ഒരുത്തി കിടക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ കൂലിയാ അവളങ്ങനെ കിടക്കുന്നത്. സത്യഭാമ പറയുന്ന വാക്കുകളെല്ലാം കേട്ട് ശ്യാമ അവിടെ നിന്ന് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുവാണ്. ഇതൂടെ കേട്ടപ്പോൾ ശ്യാമയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സത്യാമ്മേ, എന്തിനാ ഇങ്ങനെയുള്ള ശാപവാക്കുകളൊക്കെ ഞങ്ങളെ പറയുന്നത്? സത്യാമ്മ എപ്പോഴും പറയുന്നുണ്ടല്ലോ ദ്രോഹം ദ്രോഹം എന്നൊക്കെ. ഞങ്ങൾ എന്ത് ദ്രോഹമാണ് സത്യാമ്മ ചെയ്തിട്ടുള്ളത്? എൻ്റെ അമ്മ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ എല്ലാവരെയും. എൻ്റെ അമ്മ ഇവിടെയും വന്നതല്ലേ, സത്യാമ്മ തന്നെയല്ലേ എൻ്റെ അമ്മയെ ആക്ഷേപിച്ച് പറഞ്ഞു വിട്ടത്. കണ്ടില്ലേ രാഘവേട്ട, ഇവളുടെ വീട്ടുകാരെ പറഞ്ഞപ്പോൾ അവളുടെ നാവിന് ജീവൻ വെച്ച് വന്നത്. ഇനിയും ഞാൻ ഇവളെവിടെ വാഴിക്കണമെന്നാണോ രാഘവേട്ടൻ പറയുന്നത്? ഫാമേ, അവള് പിന്നെ എവിടെയാ നിൽക്കേണ്ടത്? അവളെ കല്യാണം കഴിച്ചോണ്ട് വന്ന ഈ വീട്ടിലോട്ടല്ലേ അവൾ നിൽക്കേണ്ടത്? ഈ വീട്ടിൽ തന്നെ നിന്നോട്ടെ രാഘവേട്ട, കൊതി തീരുന്ന വരെ നിന്നോട്ടെ, ജപ്തി നടക്കുന്നത് വരെയല്ല നിൽക്കത്തുള്ളു. പപ്പിമോള് കരഞ്ഞോണ്ട് പറയുക, സത്യാമ്മേ, അമ്മയെ ഇറക്കി വിടല്ലേ സത്യാമ്മേ, അമ്മയെ ഇറക്കി വിട്ടാൽ ഞാനും കൂടെ പോവും. അമ്മ പറയമ്മേ, അമ്മയെ ഇറക്കി വിടല്ലേന്ന് പറയമ്മേ. ഫാമേ, നീ കുഞ്ഞു പറയുന്ന കേട്ടില്ലേ? ഈ മോളെ ഓർത്തെങ്കിലും നീ ഒന്ന് ക്ഷമിക്ക്. മോള് കൂടെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇറക്കി വിടുന്നില്ല. പക്ഷെ നാളെ രാവിലെ ഇവിടുന്ന് പൊയ്ക്കോണം. ഇത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പല, ഇതിൽ വേറെ ആരും വേണ്ട, ഞങ്ങൾ മാത്രം മതി, ഞങ്ങൾ മാത്രം. സത്യാമ്മ അങ്ങനെ പറയുന്നത് ഒരുപാട് സങ്കടങ്ങൾ മനസ്സിൽ ഒതുക്കിക്കൊണ്ട്, പക്ഷെ അത് വെളിയിൽ കാണിക്കാതെയാണ് സത്യാമ്മ ഇങ്ങനെ പറയുന്നത്. പപ്പിമോള് രാഘവേട്ടനോട് ചോദിക്കുക, അച്ചച്ച, നാളെ അപ്പം ഞാനും അമ്മയും പോകേണ്ടി വരുമോ ഇവിടുന്ന്? ചങ്കു പൊട്ടി കരഞ്ഞുകൊണ്ട് രാഘവേട്ടൻ, അയ്യോ അങ്ങനൊന്നും പറയാതരാ ചക്കരെ എന്നും പറഞ്ഞ് പപ്പിമോളെ കെട്ടിപ്പിടിച്ചങ്ങ് മുത്തം കൊടുക്കുവാണ്. സുസ്മിതയുടെ വീട്ടിൽ മദ്യപാർട്ടി നടത്തുവാണ്. സുസ്മിതയും ചന്ദ്രബോസും ഉപേന്ദ്രനും ഇപ്പോഴത്തെ പുതിയ കളക്ടറും. സുസ്മിത പറയുക, ജില്ലാ കളക്ടർ ശാലിനിയുടെ അഭാവത്തിൽ ഇനി മുതൽ ജില്ലയുടെ ഭരണം താൽക്കാലികമായി ഏറ്റെടുത്ത ADM ജോൺ എബ്രഹാം സാറിന് ഞങ്ങളുടെ കൊച്ചു കൂട്ടായ്മയിലേക്ക് ഹാർദമായ സ്വാഗതം.
അല്ല, സ്വാഗതം ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ബൊക്കയും പൂച്ചെണ്ടും ഒക്കെ അല്ലേ കൊടുക്കാറുള്ളത്. ഇത് ഇവിടുത്തെ ഒരു ആചാരമാണ്. ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്ന സമയത്തെല്ലാം ഇതുപോലെയുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ ഞങ്ങൾ അങ്ങ് നടത്തും. ഉപേന്ദ്രൻ പറയുക, ഇതിപ്പോൾ ഡബിൾ സന്തോഷമല്ലേ വന്നിരിക്കുന്നത്. പ്രധാന ശത്രുവായ ശാലിനി വീണു. ആ സ്ഥാനത്തേക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് കടന്നു വരികയും ചെയ്തു. അങ്ങനെ പറഞ്ഞ് എല്ലാവരുടെ പൊട്ടിച്ചിരിച്ച് ചിയേഴ്സൊക്കെ പറഞ്ഞങ്ങനെ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അവരുടെ ആഘോഷം അങ്ങനെ നടക്കട്ടെ. ഇനി എന്താണ് അടുത്ത പരിപാടികൾ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.